ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ കുടംപുളി വെച്ചുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആണ് കൂട്ടുകാരെ. അപ്പം കുടംപുളി അച്ചാറിന് വേണ്ടിയിട്ട് ഞാനൊരു 4 കുടംപുളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ്. അത് കുറച്ച് വെള്ളത്തിലേക്ക് അതൊന്ന് അരിഞ്ഞ് ഇടുകയാണ്. വെള്ളത്തിൽ അരിഞ്ഞിടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കറയുണ്ട്, അത് പോവാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിൽ ഇത് അരിഞ്ഞ് ഇടുന്നത്. അപ്പം നമ്മളാണെങ്കിൽ കുടംപുളിയെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി പിന്നെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി എടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞുറുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം, ഞാൻ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളം ഈ ഞുറുക്കിയെടുത്ത കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരിക്കട്ടെ. ആ കറയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാനത് ഊറ്റി വാരി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഉപ്പൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് കുറച്ച് സമയം അതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ആണെങ്കിൽ കാന്താരി മുളക്, എരിവിനാവശ്യമായി. മുളക് പൊടി ചേർക്കുന്നില്ല, കാന്താരിയാണ് ചേർക്കുന്നത്. പഴുത്തത് കൊണ്ട് പച്ചയുമുണ്ട്. അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു. അതിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി മൂത്ത് വന്നപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ച് എടുക്കാം. ഈ പിണറും പുളി കഴിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അരിഞ്ഞു നമ്മുടെ കാന്താരി ഞാനൊന്ന് 2ആയിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുകൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് എടുക്കുകയാണ്. കാന്താരി ഉണ്ടായതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ. പിന്നെ കൂടെ തന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മൂത്ത് വന്നപ്പോഴത്തേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മൂപ്പിച്ച് എടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ അരപ്പെല്ലാം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് ഉപ്പിട്ട് വച്ചിരിക്കുന്ന പിണറും പുളി കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടാവട്ടെ. ആ ഉപ്പ് എരിയൊക്കെ ഇതിനകത്തോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം, നോക്കിയിട്ട് വേണമെങ്കിൽ. എനിക്ക് കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പം ഇത് നിങ്ങൾക്ക് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണ്. നമ്മുടെ LDL കുറച്ച് HDL കൂട്ടാൻ നല്ലതാണ് ഈ പിണറും പുളി കഴിക്കുന്നത്. അപ്പോൾ ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു അച്ചാറാണ് കൂട്ടുകാരെ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പം മുളക് പൊടി ചേർത്ത് ഇടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ കാന്താരിക്ക് നല്ല എരിവുണ്ടല്ലോ, അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാഞ്ഞത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ
ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.